അത് ഞാൻ എടുത്തില്ല. അതെപ്പോഴും അങ്ങനെയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങ് എത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ്, ചൈനയിലാണ്. നമ്മൾ ആ ഷൗമി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അവരുടെ പുതിയ അല്ല, അത് ഞാൻ പിന്നെ പറയാം, ഞാൻ കാണിച്ചു തരാം. ഈ പറച്ചിൽ പരിപാടിയൊന്നുമില്ല. എന്നാ സ്റ്റെപ്പാണ് ഇവിടെയാണ് റോക്കി ബൽബോ ഓടി കയറിയത്. കൊള്ളാം കേട്ടോ, വലിയ സ്റ്റെപ്പും ഇത് ഗ്രാൻഡ് ഹയാത്തായിരുന്നു കേട്ടോ എൻ്റെ ബാക്കിൽ. സോ ഗൈസ്, നമ്മൾ നേരെ ഇപ്പൊ പോകുന്നത് ഷൗമിയുടെ മീ ഹോമിലാണ്. അവിടെ ഷൗമിയുടെ ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട്. അതായത് നമ്മളൊന്നും കാണാത്തയും കേൾക്കാത്തയൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ എന്തിനാണെങ്കിലും കോൾമിഷം ലൈഫ് ഫ്രം ചൈന എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അങ്ങ് ചൈനയിൽ ഞാൻ അങ്ങനെ എത്തി ഗൈസ്. വെരി നൈസ്, വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ എന്തിനാണെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കൂ, കാണുന്നവർ ലൈക്ക് അടിക്കൂ. അപ്പൊ ശരി, നമ്മൾ നേരെ പോകുന്നു. Good morning, ladies and gentlemen. Welcome to your favorite ഗൈസ്. ഇതാണ് ഷൗമിയുടെ കാറിന്റെ ഷോറൂം. അവിടെ ഇതാണ് കാറ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇതിനെ അപ് ക്ലോസ് ആയിട്ട് കാണും. ഇതാണ് SU7 Ultra. മോനെ, ഇത് പറക്കുകയോ വണ്ടി സെറ്റ് കേട്ടോ ഗൈസ്. ഇതാണ് മീ സ്റ്റുഡിയോ, അല്ല മീ ഹോം. വണ്ടി ഇറക്കണ SU7 യെല്ലോ അൾട്ര. കാർബൺ ഫൈബറും ഗോൾഡും ആണ്. അതായത് 18 ക്യാരറ്റിന്റെ ഗോൾഡും കാർബൺ ഫൈബറും സെറ്റ്. വണ്ടി രക്ഷപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ താളുണ്ടായിരുന്നു അതൊക്കെയാണ്. ഈ ടൈപ്പ് അലോയ് വീലൊക്കെ നമുക്ക് ഇഷ്ടം വേണമെന്നുള്ളതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വെക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, വെരി നൈസ്. സോ അതും കൊള്ളാം കേട്ടോ. നൈസ് കാലിപ്പറൊക്കെ, ഡിസ്ക് ബ്രേക്ക്, ഇൻട്രസ്റ്റിംഗ്. എനിക്കിത് തന്നെ ഇഷ്ടപ്പെട്ടു, റെഡ്. പിന്നെ ഇതൊക്കെയാണ് കളർ. ഈ കളറൊക്കെ നമുക്ക് ഇടാം. നീല, പച്ച, ഏതോ ഒരു കളർ, റെഡ്. ഇത് കൊള്ളാം കേട്ടോ, അടിപൊളി കളർ. ഇത് അടിപൊളി കളർ, അത് കൊള്ളാം, ഇത് കൊള്ളാം. പിന്നെ ഇത് അകത്ത് ഇന്റീരിയേഴ്സിന് കൊടുക്കാനുള്ള ഫാബ്രിക്. മൊത്തം കസ്റ്റമൈസേഷൻ കേട്ടോ ഗൈസ്. എൻ്റെ സ്പോയിലറൊക്കെ ഉണ്ടോ, കാർബൺ ഫൈബർ. ഷൗമി S7 Ultra. അകത്ത് കാണിച്ചതേ, അകം കണ്ടില്ല എന്നുള്ള. ഇതാണ് അകത്തുള്ള ലുക്ക്. കീടിലാടാ, അടിപൊളി ലൂക്കാടെ. ഇതൊക്കെയാണ് എന്താ ടാബ്ലറ്റ്, TV ആടേത്. ഞാൻ മറ്റേത് കാണിച്ചത്, അകത്തുള്ള സ്റ്റിയറിംഗ്. ഈ വണ്ടി മൊത്തത്തിലൊരു കാർബൺ ഫൈബർ പരിപാടിയാണ് കേട്ടോ. ഇവിടെ ഉണ്ട് കാർബൺ ഫൈബർ. പിന്നെ ഇതാണ് സ്റ്റിയറിംഗ്. വണ്ടി തുറന്നപ്പോ കണ്ടേ ഡിസ്പ്ലേ ഓൺ ആയത്. പൊളി കേട്ടോ, നൈസ്. അതേപോലെ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഷൗമിയുടെ സകല സാധനങ്ങൾ ഇവിടെ ഉണ്ട്. സ്പീക്കർ എന്തിനൊക്കെയാണെന്ന് തന്നെ എനിക്ക് തന്നെ അറിഞ്ഞു. ഇഷ്ടം പോലെ ഡോർ ലോക്ക് സ്മാർട്ട് ഡോർ ലോക്ക്. ഇതിനുമാതിരി ഹോം പോഡ് പോലത്തെ സാധനമാണ്. നമ്മൾ വീട്ടിൻ്റെ വെച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് പാട്ടൊക്കെ കേട്ടോണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന അറിയാം. മൊത്തം ചൈനീസാണ്. ഇവിടെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറവാണ് കിട്ടുന്നത്. പിന്നെ കണ്ടത് മറ്റൊരു സ്പീക്കർ. ഈ സാധനത്തിന്റെ വലുതാണിത്. വേറെ 899 യുവാൻ മാത്രമേ ഉള്ളൂ, ചൈനീസ് യുവാൻ. മറ്റൊരു സ്പീക്കർ, ഇതൊരു ഹാപ്പി സ്പീക്കർ. അത് അതിന്റെ ചേട്ടൻ സ്പീക്കർ. ഇത് ലൈറ്റ് എത്തും കേട്ടോ. അതിൽ ഈ സ്പീക്കറിൽ ലൈറ്റ് എത്തും. എല്ലാ ഫോണ്, ആക്സസറീസ് തുടങ്ങിയ സകല സാധനങ്ങളും. CCTV ക്യാമറ. ഈ CCTV ക്യാമറ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഇതിന്റെ ആര് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ മൈക്ക് എടുത്തായിരുന്നു, പക്ഷെ അതിന് കണക്ട് ചെയ്യുന്ന ഒരു വയറില്ലേ, അത് ഞാൻ എടുത്തില്ല. അതെപ്പോഴും അങ്ങനെയാണ്. പിന്നെ ഇത് മറ്റേതാണ് റൈസ് കുക്കർ. നമ്മളെ നാട്ടിൽ സത്യം പറഞ്ഞ് വളരെ എന്താ പറയുക, മെയിൻ സ്ട്രീം ആക്കേണ്ട ഒരു സാധനമാണ് റൈസ് കുക്കർ. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതും റൈസാണ്. അപ്പം ഇത് റൈസ് കുക്കറാണ്. ഇത് എയർ ഫ്രയർ. ഇതെന്റെ വീട്ടിലുണ്ട് ഈ സാധനം. ഇത് വരും കെറ്റില്, മിക്സി. ഇത് മറ്റെന്തിനാ മറ്റേ ഡൈസൺ പോലത്തെ ഐറ്റം. ഇത് തുടയ്ക്കണം. അതായത് ഇത് ഇതിന്റെ മറ്റേത് തുടയ്ക്കുക. ഇത് മറ്റേ പൊടി എടുക്കുന്നത്. ഇത് നന വെച്ചിട്ട് തുടയ്ക്കാവുന്നത്. നിങ്ങൾ സ്റ്റാൻലിയുടെ കപ്പ് കണ്ട് മടുത്തെങ്കിൽ ഷൗമിയിലെ സ്റ്റാൻലി കപ്പ് കുടിച്ചോണ്ട്. ഫ്രിഡ്ജ്, ഡബിൾ ഡോർ ഫ്രിഡ്ജ്.
പിന്നെ ഇത് നമ്മുടെ നാട്ടിലുണ്ട് എസ്ട്രോ മിനിയാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടി വി ആണ്. പിന്നെ ഇതെന്ത് ഡമ്പലാടായി ഒള്ളി ഡമ്പല്. ഇതെന്താ സാധനം? ബോട്ടിൽ വാഷറാ ഇതെന്തോന്നടേ? ഇതൊക്കെ എന്തിനാണോ എന്തോ മറ്റേ എനിക്കും അറിഞ്ഞൂടാ. ഇത് നെക്രോള്, മറ്റേ ഫ്ലൈറ്റിൽ പോണവർക്ക്. ഇത് മറ്റേ സാധനം കണ്ണി വെച്ചിട്ടുള്ള ഐറ്റം. നല്ല ഇതെന്തിനാ മൈക്കാ? യേശുദാസിന് ഇത് വേണേ വെക്കാം കേട്ടാ. യേശുദാസ് മൈക്ക്. ഇതെന്റെ വീട്ടിലുണ്ട്. സ്റ്റീമർ സെയിം സാധനം എൻ്റെ വീട്ടിലുണ്ട്. ഭയങ്കര യൂസ്ഫുള്ളാണ്. വെള്ളം ഇവിടെ നിറച്ചിട്ട് സ്റ്റീം ചെയ്യാൻ. പിന്നെ ഇത് താടി വടിക്കുന്ന സാധനം. ഇത് മറ്റൊരു താടി വടിക്കുന്ന സാധനം. ടൂത്ത് ബ്രഷ്. അമ്മേ ചത്ത് ടൂത്ത് ബ്രഷ്. ഇതെന്തോന്ന്? ഹെയർ ഡ്രയർ. മസാജർ ഗണ്ണ്. ഇതാണ് മറ്റേ കാർത്തി മറ്റേ എന്തിനാ മറ്റേ അവിടെ ഇതൊക്കെ അത്ര മണി പോയിട്ട് സനിയെ എടുത്തിട്ട് ഇടിച്ചില്ലേ, അത് ഈ സാധനം. ഇത് നടുവെന്നൊക്കെ മാറി വേറെ എവിടെ പോകുന്നുണ്ടല്ലോ. മൂലം മസാജ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് കേട്ടോ, ഈ പൂച്ച. അയ്യോ ശരി, ഫീല് തരണം ചേട്ടാ. സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണ പോലെ. ഫാൻ, മറ്റൊരു ക്ലീനിങ് പരിപാടി. പെട്ടികൾ. ഇത് ടവർ ഫാൻ. ഇത് സന്ദീപ്. ഹായ്. ഇത് വാങ്ങാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ഈ സാധനം നമുക്ക് സന്ദീപ് തന്നെ. താങ്ക് യു. ഇതാണ് SU7 മിനി മോഡൽ. ഇതൊന്നും വാങ്ങിക്കാൻ കിട്ടൂല അപ്പൊ? അല്ല, ഇത് കിട്ടും. ഫോൺ ആക്സസറീസ് ഇതണ്ട. ഇതാണ് നമ്മുടെ അന്ന് മറ്റേ വൈഫൈയിൽ കറക്റ്റ് ആണ് ഐറ്റം. നമ്മളെ വീട്ടിലുണ്ട്, അറിയാലോ. ഞാൻ ഉച്ചിച്ച സാധനമാണ്. ഇതാണ് Mi 15 Proന്റെ എഡീഷൻ പുതിയ. ഇതാണ് അവരെ മറ്റേ ഫ്ലിപ്പ് ഫോണ്. പക്ഷെ ഇതിന്റെ പുതിയത് എന്തോ ഇന്നലെ റിലീസായി. അതാണോ ഇത്? അല്ലല്ല, അത് ഇതിന്റെ ഒരു പുതിയ പതിപ്പ് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. ബാക്ക് കവർ. ഇത് കൊള്ളാലോടാ. ദിസ് ഈസ് ആക്ച്വലി നൈസ്. നമുക്ക് മറ്റേ അഡീഷണൽ വേണ്ട, ഇതിൽ തന്നെ കേസിൽ തന്നെ ഇങ്ങനെ വരൂ. ഇത് കൊള്ളാലോടാ. ഇത് മീമിക്സ് ഫോൾഡ്. മെഡിമിക്സ് അല്ല, മീമിക്സ്. അയ്യോ ഒട്ടും വെയിറ്റ് ഇല്ലടേ. എടാ ഇതെന്തായാലും ഞാൻ പൊക്കും കേട്ടോ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ടീല് നല്ല രസമുണ്ട്. ഇതല്ലെങ്കിൽ ഈ ബ്രൗണ് നല്ല രസമുണ്ട്. വെരി നൈസ് ഗൈസ്. ഇത് Xiaomi Pad 7s Pro ആണ്. മറ്റേ അൾട്ര അല്ല. അൾട്ര ഇവിടെ കാണാനില്ല കേട്ടോ. ഇത് സാധാ. ഇത് OLED ഡിസ്പ്ലേ അല്ല, പക്ഷെ മറ്റേ എക്സ് റിങ്ങിന്റെ ഐറ്റത്തിലാണ് ഇത് വരണത്. വളരെ കീബോർഡ്, നൈസ്. ഈ കാണുന്ന തന്നെ കാർ ആക്സസറീസ് ആണ് കേട്ടോ. കാറിന്റെ അകത്ത് വെക്കാനുള്ള സാധനങ്ങള്, പിന്നെ പവർ ബാങ്ക്, ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാറിന്റെ സാധനങ്ങൾ എന്താ മൊത്തം കാറിന്റെ ഒരു പരിപാടിയാണ് അവിടെ മൊത്തം. കാറിൽ വെക്കാനുള്ള ടേബിൾ നല്ലല്ലേ ഇത്. എന്നാലും S7 അൾട്ര വരെ ഉണ്ടോ കേട്ടോ. എന്തായാലും ഇതാണ്ട് ഈ കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. നല്ല രസമുണ്ടോ ഈ. പക്ഷെ ഇവിടെ മേടിക്കാൻ പറ്റൂല എന്നാണ് പറയണത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഈ പച്ച കൊള്ളാം, ചുമപ്പ്, ഓറഞ്ച് കൊള്ളാം. അതിന്റെ വേറെ കളർ ടീല്. അതിന്റെ കൊള്ളാം കേട്ടോ. എനിക്ക് പക്ഷേ ഈ മഞ്ഞ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏകദേശം ഈ കാറിന്റെ ഒരു ലുക്ക് വരണതാണ് പറഞ്ഞാൽ 5.1 mm തിക്നെസ്, 12,000 mAh ബാറ്ററി, OLED ഡിസ്പ്ലേ ഉണ്ടാവും. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ജില്ലയാണ്. സിനിമയൊക്കെ കാണാൻ ഇതിന്റെ ഒരു ആവശ്യമേ ഉള്ളൂ. അടിപൊളി, എല്ലാം ഉണ്ട്. മറ്റേ മൾട്ടി ടാസ്കിങ്, ബഹളം, കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇത് ഞാൻ ഒരെണ്ണം മേടിച്ചാലോ എന്നിങ്ങനെ. ഇത് വരുത്തിക്കാൻ 1 ലക്ഷം രൂപയാവും. ഇവിടുന്ന് 60,000 രൂപ വില വരുന്നത്. ഇതാണ് നമ്മുടെ 15s Pro. ഇത് നമ്മളെ റിവ്യൂവിൽ കണ്ടിട്ടുണ്ട്. ഇത് വാച്ച് 4 അവരെ ഏറ്റവും ലേറ്റസ്റ്റ്. ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് കാർ അൺലോക്ക് ഒക്കെ ചെയ്യാം ഈ വാച്ച് ഉണ്ടെങ്കിൽ. അങ്ങനെ കുറെ പരിപാടി ഉണ്ട് കേട്ടോ. ഈ വാച്ച്, ഈ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കിടക്കണ കാറ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ ഇത് കൊള്ളാം, നൈസ് സാധനം. എടുത്താലാടെ ഈ നല്ല കളറടേ. സിനിമ ഒക്കെ കാണാൻ പൊളപ്പൊളായിട്ടിരിക്കും. നമസ്കാരം എല്ലാവർക്കും. This is so cool. I like this. ഇത് നല്ല രസമുണ്ട് കേട്ടോ. I like it. ഗതിയായിട്ട് യൂസ് ചെയ്യാം, മൈക്കായിട്ട് യൂസ് ചെയ്യാം. സ്പീക്കർ ഉണ്ട്. ഹലോ
മേടിച്ചിട്ട് സാധനം മേടിച്ചൊന്നും വേണ്ട, വാച്ചുകളുടെയും ഹെഡ്സെറ്റുകളുടെയും സ്ട്രാപ്പുകളുടെയും പിന്നെയും വാച്ചുകളുടെയും ടാബ്ലറ്റുകളുടെയും സ്ട്രാപ്പുകളുടെയും ഒരു മാമാങ്കം തന്നെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. ഷൗമിയുടെ എന്തിനു വന്ന് ചോദിച്ചാലും ഈ ഒരു കടയിൽ കിട്ടും. അവിടെ ഇതാണ്ട് ഇവിടെ ടാബ്ലറ്റ്, ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പൊളി പൊളി പൊളി. അപ്പൊ അതാണ് ഈ ഒരു മീ ഹോമിന്റെ ഒരു ചെറിയ ടൂർ. ഓക്കെ, ഇനി കണ്ടില്ല എന്നൊന്നും പറയരുത്. ചൈന വന്നു കഴിഞ്ഞാൽ വരിക, ഇവിടുത്തെ കാർ മേടിക്കുക, 2 റൗണ്ട് ഓടിക്കുക, തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ പറ്റൂല, എന്നാലും ഞാൻ പ്രസി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും മറ്റൊരു കേസും മറ്റേ മഗ്ഗും മേടിച്ചതായി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫോൺ കേസ് നല്ല രസമുണ്ട്. ആ കളർ എനിക്ക് ഇഷ്ടമായി. ടീല് പിന്നെ എന്തെങ്കിലും ഇതായിരിക്കണം. അങ്ങനെ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്. വേണ്ട, എനിക്ക് ലബൂബും മേടിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ അകത്ത് പറയണ്ട. എന്തായാലും അതൊന്നും നോക്കട്ടെ. അപ്പൊ നമുക്കൊന്ന് അകത്ത് കയറിയാലോ. ഇങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യണം. സീറ്റ് മറ്റേ ഇത് വെച്ചിട്ട് ഇലക്ട്രിക്കാണ്. പിന്നെ താണ്ടെ മൊത്തം കാർബൺ ഫൈബറിന്റെ ഒരു കളി തന്നെ കേട്ടോ. അകത്തൊരു ചെറിയ ഡിസ്പ്ലേ, പാർക്കിങ്, അതും ഇതൊക്കെ കാണിക്കുക. ചെറിയൊരു മറ്റേ ഇൻഫർടൈൻമെന്റ്, സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഡിസ്പ്ലേ. ഇത് പല പല മോഡ്സുകൾ തമ്മിൽ മാറ്റാനായിട്ടുള്ള ഒരു സാധനം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിന്റെ ബട്ടൺ അവിടെയുണ്ട്. ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. എന്തിനാണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബ്യാക്കൊക്കെയാണ്. കൊള്ളാം കേട്ടോ വണ്ടി. എന്താണ് ഡ്രൈവ് മോഡ്, മറ്റേ സ്പോർട്സ് മോഡിലോട്ടൊക്കെ ഇടാനായിരിക്കും. നല്ല വണ്ടിയാണ്, ഇഷ്ടപ്പെട്ട്. നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു കാറ്. നിങ്ങൾ ഫോണിൽ NFC ഉണ്ടാണ്, കാറിന് NFC ഉണ്ടോ? ഈ കാറിൽ NFC ഉണ്ട്. ഈ കാറിൽ NFC ഉണ്ട്, റാം ഉണ്ട്, സൈഡില് ക്യാമറ, ഫ്രണ്ടില് ക്യാമറ, ബാക്കില് ക്യാമറ. ക്യാമറ തന്നെ ഉണ്ട്. കുറെ മുകളില് ക്യാമറ, ബാക്കില് ക്യാമറ. ഇനി ക്യാമറ വെക്കാൻ സ്ഥലമൊന്നുമില്ല. ഇതാണ് മറ്റൊരു ക്യാമറ, അതിലാറ്റ സാധനം. അത് മറ്റേ ലൈഡാർ, മറ്റെന്തൊരു മറ്റേ സാധനം ഉണ്ടല്ലോ, എന്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടാ. ഹ്യുണ്ടായിയുടെ കാറിലൊക്കെ ഉണ്ട് ആ സെൻസർ. അഡാസ് ഫീച്ചർ. അഡാസ് ആ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ട, വരിക, മേടിക്കുക, എടുത്തോണ്ട് പോവാ. എനിക്ക് വില അറിഞ്ഞൂടാ. ജസ്റ്റ് ഒരു ഊഹാപൂഹം പറഞ്ഞതന്നെ ഉള്ളൂ. ചോദിക്കണോ, വെറുതെ എന്ത് ചേട്ടണം. ഞാൻ കൊള്ളാം, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല ഷോറൂം. ദ മോൾ അറ്റ് ഓറിയന്റൽ പ്ലാസയില് മീ ഹോമാണ് നിങ്ങൾ കണ്ടത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഷൗമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടാണ്. അവിടെയും മറ്റേ ഷൗമിയുടെ പട്ടിയൊക്കെയാണ്. അങ്ങനെ കാണിച്ചു തരാം. സെറ്റ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഷൗമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അതായത് ഇതിൽ കുറെ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്. ഈ ഒരു ഫുള്ള് എത്ര ഏക്കർ അവന്മാരെ എടുത്ത് വെച്ചേക്കുന്നുണ്ട്, ഷൗമി ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇവിടത്തെ വിശേഷമാണ് ഇനി കാണാൻ പോകുന്നത്. കണ്ട, എനിക്ക് മറ്റേ ബ്യാഡ്ജ് കിട്ടി, വിസിറ്റർ. അപ്പൊ എന്തിനാണെങ്കിലും ഷൗമിയുടെ ക്യാമ്പസ് കാണാം. ഇത് ബീജിംഗിൽ നിന്ന് കുറച്ച് വരണം കേട്ടോ. 40-45 മിനിറ്റ് റൈഡുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് സിറ്റിയിൽ നിന്ന്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ മൊത്തം ഇതുപോലത്തെ ടെക് സാധനങ്ങളുടെ ക്യാമ്പസ് ആണ് ഈ ഒരു ഫുൾ ഏരിയ. ഞാൻ വേറെ ലെവൽ കേട്ടോ. ചൈന ഒന്നും പറയാനില്ല. ഇതാണ് അവരെ ഷൗമി YU7 എന്ന് പറഞ്ഞ അവരെ ഇന്നലെ എന്തോ ഇറങ്ങിയ സാധനം. എനിക്കാണ് വിസിറ്റേഴ്സിന് ഇത് ടെസ്റ്റ് ഡ്രൈവ് ഒരു റൗണ്ട്. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് ഷൗമിയുടെ ക്യാമ്പസ്. തല ഇറങ്ങിയില്ലേ? എന്തെങ്കിലും ഇറങ്ങി. സോ യാ, നമ്മൾ ലേറ്റ് ആണെന്നാണ് പറയണത്. അപ്പൊ നമ്മൾ ഷടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. പിന്നെ താഴെയില്ല, ഇതിന്റെ ബേസ്മെന്റ് നിറച്ചു ഫുഡ് കോർട്ടാണ്. പിന്നെ ചൈനീസ് ചിക്സ് ഒക്കെ അവിടെ നിന്ന് ടെക്കൊക്കെ ആയിട്ടുള്ള പരമായിട്ടുള്ള ഡിസ്കഷനിലൊക്കെയാണ്. നമ്മൾ അങ്ങനെ 10ാമത്തെ നിലയിലെത്തിയിരിക്കുകയാണ്. അയ്യോ, ഇവിടെ ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെയാണ് ഷൗമി ആൾക്കാർ ജോലി ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ പറ്റി ചോദിച്ചാലോ? എല്ലാവരും ജോലി ചെയ്യുകയാണ് ഗൈസ്. നമ്മളൊക്കെ ഒന്നും മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഗൈസ്, സ്റ്റീവ് ഇവിടെ ഉണ്ട്. സ്റ്റീവ്, ഹായ് സ്റ്റീവ്. ഹൗ യു? നമ്മളിവിടെ പ്രസന്റേഷന് വന്നതാണ്. സ്റ്റീവ് എന്ന് പറഞ്ഞ പുള്ളിയാണ് ഗ്ലോബൽ ടീമിനെ ഹെഡ് ചെയ്യുന്നത്. ഗ്ലോബൽ ഷൗമി ടീമിനെ.
അപ്പോൾ പുള്ളിയുടെ എന്തൊരു പ്രസൻറ്റേഷനാണ് കേട്ടോ. എന്തിനാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. One eternity later. പ്രസൻറ്റേഷനിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഷവമി അങ്ങനെയൊക്കെയാണ്. ഷവമി 2011 തുടങ്ങിയത്, 10-ലോ 11-ലോ അവർ ഫസ്റ്റ് ഫോൺ വന്നു. പിന്നെ അവരുടെ ഗ്രോത്ത്, കാര്യങ്ങൾ, പ്രോഡക്റ്റ് ലൈൻസ്, പിന്നെ അവരിപ്പോൾ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് ലൈക്ക് റോബോട്ടിക്സ്, പിന്നെ എന്തൊരു സ്മാർട്ട് ഫാക്ടറീസ്, പിന്നെ കാർസ്, ഓട്ടോണോമസ് വെഹിക്കിൾസ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് അവരുടെ ഫ്യൂച്ചർ. അപ്പോൾ അതിനെ പറ്റി പറയുന്ന ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. അറിയാമല്ലോ, എനിക്ക് പ്രാക്ടിക്കൽ എക്സാമാണ് ഇഷ്ടം. എനിക്ക് മറ്റേ പരിപാടി എന്നെ കൊണ്ട് പറ്റേയില്ല. നമ്മളിപ്പം ബിൽഡിംഗ് എയിലോട്ട് പോവുകയാണ്. അവിടെ കുറച്ച് ഡെമോ പരിപാടികളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഷവമി ഹോമിനെ പറ്റിയും അവരൊരു ടെസ്റ്റിംഗ് ലാബ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. വരും. ഞാൻ നടന്നു വന്നപ്പോൾ തന്നെ ഷവമി കുളം കണ്ടാ, ഷവമിയുടെ കുളം കിട്ടാം. യെസ്, അത് കാണിച്ചു തന്നില്ലെന്ന് പറയരുതായിരുന്നു. അല്ല, കയറുമ്പോൾ തന്നെ നമുക്ക് ഷവമിയുടെ S Pro 100 എന്ന് പറഞ്ഞ മിനി LED 2025 ഇത് കാണാം. Wi-Fi 6, 4GB RAM, 64GB സ്റ്റോറേജ്, 2.1 സ്പീക്കർ. എനിക്ക് ചൈനീസ് വായിക്കാൻ അറിയാം, അതുകൊണ്ട് പിന്നെ അറിയാം, കുഴപ്പമില്ല. 3000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ്, NFC തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉള്ള ഒരു 100 ഇഞ്ചിന്റെ ഒരു TV ആണ് ഈ കാണുന്നത്. കണ്ടല്ലോ, ഷവമി ഹെഡ് ക്വാർട്ടർ സ്റ്റോറിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ വണ്ടികളൊക്കെ പിന്നെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇതൊക്കെ ആക്ച്വലി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ആവും. അത് നാളെയാണെന്ന് തോന്നുന്നു, ഇന്നല്ല. നാളെ എന്തോ ഈ സാറ്റിക്കാർ വണ്ടിയൊക്കെ ഓടിപ്പിക്കും ട്രാക്കിൽ. This is the Xiaomi Smart Lock. It has 11 different methods to unlock it, including fingerprint, facial recognition, palm recognition, as well as vocal recognition. Total of 11 different methods. ഡോർ തുറക്കണമെന്ന് പറഞ്ഞാൽ സാധനം തുറക്കും, അതാണ് അതിന്റെ അർത്ഥം. എങ്ങനെ വേണമെങ്കിലും തുറക്കാം. ഫിംഗർ പ്രിന്റ് വെച്ച് തുറക്കാം. ഓ, ലൈറ്റ് തന്നെ ഓൺ ആയതല്ല, നമ്മളാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ. ഇതാണ് സ്മാർട്ട് ഹോം പരിപാടി. നമ്മൾ വന്നപ്പോൾ തന്നെ ലൈറ്റ് ഓൺ ആയി. അതായത് ആ ഫിംഗർ പ്രിന്റ് ഉള്ള ആളുടെ ഇത് വെക്കുമ്പം അതിനനുസരിച്ച് AC ഓണാണ്, എല്ലാം ഓണാണ്. അപ്പൊ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്മാർട്ട് ഹോമാണ്. അതായത് ലിവിംഗ് റൂമിലുള്ള ലിസ്റ്റ് ഓഫ് തിങ്സ് ആണ് ഈ കാണുന്നത്. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡോറില്ലേ, സ്മാർട്ട് ഡോർ വെച്ച് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ലൈറ്റ് ഓപ്പൺ ആവും, നമ്മൾ കർട്ടൻ ഓപ്പൺ ആവും. സിനിമ മോഡ് എന്ന് പറയുന്ന സമയത്ത് കർട്ടൻ ക്ലോസ് ആവും, ലൈറ്റ് ഡിം ആവും. പിന്നെ അതാണ്ട് ഈ ഇരിക്കുന്നതാണ് 4K പ്രൊജക്ഷൻ ആണ്. ഇവിടെ നിന്നാണ് ഇങ്ങനെ നമ്മളെ മറ്റേ പറഞ്ഞാൽ ഓവർ ഹെഡ് അല്ലേ, ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് പ്രൊജക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അത് ഏകദേശം 150 മീറ്റർ വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, വലുതാക്കാൻ പറ്റും. പിന്നെ ഇത് മാർബിൾ സർഫസ് ആയതുകൊണ്ടാണ് അവർ ഈ ഒരു സാധനം വെച്ചേക്കണം എക്സ്ട്രാ. പക്ഷേ ഇത് വൈറ്റ് സർഫസ് ആണെങ്കിൽ 150 മീറ്ററിന് സിനിമ ഇരുന്നതാണ് 4K-ല്. ഇത് ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അതുകൊണ്ട് ഈ ടേബിൾ ഉണ്ടല്ലോ, ആ ഫ്രണ്ട് മൊത്തം ഗ്രില്ലാണ്, ആ ഫ്രണ്ട് ഭാഗം മൊത്തം ഗ്രില്ല്. പിന്നെ മറ്റേ ചാർജ് ചെയ്യാനുള്ള പരിപാടി, പിന്നെ റെഫ്രിജറേറ്റർ ഉണ്ട് അവിടെ. പിന്നെ അതുകൊണ്ട് ഈ കാണുന്ന സാധനം എയർ പ്യൂരിഫയർ ആണ്. പിന്നെ മറ്റേത് റോബോട്ട്. വേറെ അടുക്കളയിൽ കുറെ കിടില സാധനമുണ്ട്. അടുക്കളയിൽ അതായത് ഈ സാധനം നമ്മൾ നേരത്തെ കടയിൽ കണ്ട സാധനമാണ്. ഇത് വെച്ചിട്ട് റൈസ് കുക്കർ ആക്ടിവേറ്റ് ചെയ്യാം, നമുക്ക് കാപ്പി ഉണ്ടാക്കുന്ന സാധനം ആക്ടിവേറ്റ് ചെയ്യാം, നമുക്ക് റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തിടാം, പാട്ടിടാം, ഫോൺ ചെയ്യുന്ന വേണമെങ്കിൽ കണക്ട് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഹബ്ബാണിത്. ഇത് സ്മാർട്ട് സ്റ്റൗ ആണ്. ഈ സാധനത്തിൽ നമുക്ക് ടൈമർ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചിക്കനൊക്കെ 1 മണിക്കൂർ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ജസ്റ്റ് ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഓഫ് ആവും. പിന്നെ ഇത് സ്മാർട്ട് ആയിട്ടുള്ള ഒരു മറ്റേ, അതായത് ഇവിടെ നിന്ന് പുക വരെയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെ ആക്ടിവേറ്റ് ചെയ്തിട്ട് മറ്റേ സാധനം ഓൺ ചെയ്യും, ചിമ്മിനി. എന്നിട്ട് ഇത് എയർ നമ്മളെ കൈ വെച്ച് ജസ്റ്റർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കണതനുസരിച്ച് ഫാനിന്റെ സ്പീഡ് കൂട്ടാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഓഫ് ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം എന്താ ഇത് കണ്ടോ, സ്മാർട്ട് അക്വേറിയം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 399 ഉള്ളൂ. കിട്ടില്ല സാധനം കേട്ടോ. നമ്മുടെ ഓക്സിജൻ ലെവല് കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. ഓട്ടോമാറ്റിക്കലി ഫുഡ് ഇട്ട് കൊടുക്കും. ഇവിടെ കിട്ടില്ല സാധനം. ലൈറ്റ് ബഹളം വേണ്ട. ഫീഡിങ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫീഡിങ് ആണ്. ഇത് ലൈറ്റ്, ഇത് മറ്റേ ഓക്സിജന്റെ സാധനം, ലൈറ്റ്. കിഡിലം ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞാൽ കിഡിലം ഫിഷ് ടാങ്ക്. ഇവിടെ ഒരു മുട്ട സാധനമുണ്ട്. അത് ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ എനിക്ക് അതാണ് ഇഷ്ടം. ഈ കാണുന്ന സാധനം കണ്ട, ഇതിന്റെ സൈഡിൽ റേലിംഗ് ഉണ്ട്.
വാഷിംഗ് മെഷീൻ ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ തുണി കഴുകി കഴിയുമ്പോൾ ഈ സാധനം താഴെ വരും, മറ്റേ തുണി ഉണക്കുന്ന സാധനം. എന്നിട്ട് ഈ ലൈറ്റ് വേണമെങ്കിൽ ഇത് ഓപ്ഷനിലാണ്, ഒന്നുകിൽ ലൈറ്റ് അല്ലെങ്കിൽ ഡ്രയർ, ഒരു കാറ്റടിക്കുന്ന ഫാൻ പോലത്തെ സാധനം സെറ്റ് ചെയ്യാൻ പറ്റും തുണി പെട്ടെന്ന് ഉണങ്ങാൻ. പിന്നെ ഒന്നും പറയാനില്ല, ഇവിടെ എന്റെ പൊന്നു ഇങ്ങനെ ഒരു വീടാണ് എന്റെ സ്വപ്നം. അതാണ് ഷവമിയുടെ ഈ സാധനം വെച്ചിട്ടാണ്. Is it a single press and then you Just turn? slight. If you press too much, it goes off. Oh, okay. ടച്ച് പാനലും ഉണ്ട്. ഈ ടച്ച് പാനൽ വെച്ച് ലൈറ്റ് കൺട്രോൾ. ലൈറ്റ് കേട്ടോ, This is a ഇവിടെ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചിട്ട്. Oh, there are different modes as well. yeah, ഓ വാം ആൻഡ് കൂൾ ലൈറ്റ്, ദാറ്റ് ഈസ് ഓൾസോ ദേർ. one cool light and then top light, bottom light, and dual light. ഓ So off, He's bring this. and then this This is bottom. bottom light, top light, And this is dual. both light, dual light. This is very nice. Natural. പൊളി സാധനം. ഇവിടെ ഇത് ഒരെണ്ണം വാങ്ങിച്ച മുതലാണ്, പറയാതിരിക്കാൻ വയ്യാത്ത. നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഈ ലാബിലോട്ടാണ്. ഇവിടെ എന്തൊക്കെയോ ടെസ്റ്റിംഗും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്, നമുക്കൊന്ന് പോയി കാണാം. സോ ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ ഷാമിയുടെ ലാബാണ്. ഈ ലാബിന്റെ അകത്ത് വീഡിയോ അല്ല, ഇവിടെയാണ് ടെസ്റ്റിംഗ്. അപ്പൊ അതാണ് സാറ് വാല്യൂ വെക്കാനായിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന്റെ രീതിയിലുള്ള നമ്മുടെ ചെവി, കൈ തുടങ്ങിയ സാധനങ്ങളിലൊക്കെ ഈ ഒരു റോബോട്ട് ഇട്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര സാർ വാല്യൂ ഉണ്ടെന്ന്, ആ ഫോണിന്റെ എത്ര റേഡിയേഷനാണ് പുറത്ത് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ, ഇത് വന്ന് കാണുന്ന രസമാണ്. പക്ഷെ ഇത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ കേട്ടാ ചേട്ടാ ഇത് കേട്ടോ, കോയിൻകോം ജോയിന്റ് ലാബ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. തിരിഞ്ഞു പോയി നിറവ് സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എറിക്സന്റെ നോക്കിയ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ വെച്ചിട്ട് ലോകത്തുള്ള ഏത് സ്ഥലത്തുള്ള നെറ്റ്വർക്കും അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ ഫോണും കൊണ്ട് പോകണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. റേഞ്ച് വേണ്ട, ഇതാത് വേണ്ട, ഇവിടെ മെഷീൻ ഉണ്ട്. ആ വഴി നിങ്ങൾക്ക് ഈ ലോകത്തുള്ള ഏത് നെറ്റ്വർക്കും വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. ഈ കാണുന്ന വാള് കണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് വരെ ഇതാണ് പേറ്റന്റ് വാള്. അതായത് സ്മാർട്ട് ഫോണിന് എടുത്തു വെച്ചേക്കുന്ന പേറ്റന്റിന്റെ ലിസ്റ്റ്, കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ് മൊത്തം എന്താണ്ട് ഇത്രയും സാധനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള പേറ്റന്റ് ആണ് തന്റെ ഈ വാളില്. അത് കഴിഞ്ഞ് സ്മാർട്ട് ഹൗസ് ഹോൾഡിന്റെ ആപ്ലിക്കൻസിന് വേണ്ടിയിട്ട് എടുത്ത പേറ്റന്റ് ആണ്, അതിന്റെ പേറ്റന്റിന്റെ ഇതാണ് ഇത്. എക്സ്പ്ലോറിങ് ഇൻ ടു ദ ഫ്യൂച്ചർ, ഇത് അവർ ഫ്യൂച്ചറിൽ, അതായത് വേറെ കുറെ കമ്പനിയിൽ നിന്നൊക്കെ എടുത്തു വയ്ക്കുമല്ലോ പേറ്റന്റ്, അതിനാണ് അത്. അതായത് വല്ല റോബോട്ടിന്റെ സാധനം, അതിന്റെ കുറെ സാധനം. ഇപ്പൊ ആപ്പിളിന്റെ കയ്യിലുണ്ട് കുറെ പേറ്റന്റ്, ചില ഡിസ്പ്ലേ പേറ്റന്റ്, മറ്റേ പേറ്റന്റ് ഒക്കെ അവർ എടുത്ത് വെച്ച് ചെയ്യും. അതാണ് ആ സാധനം. എന്തായാലും കൊള്ളാം കേട്ടാ. എറിക്സണും നോക്കിയൊക്കെയാണ് ഈ കാണുന്നത്. ക്രയോൺസ് അല്ല, ബാറ്ററിയാണ് ഗൈസ്, ബാറ്ററി. ഇത് AAA ബാറ്ററി, ഇത് AA ബാറ്ററി. പക്ഷെ നല്ല രസമാണ്. അതൊക്കെ പറയും, ഞാൻ 2 സെറ്റ് മേടിച്ചാലോ എന്ന് ആലോചിക്കും. എന്ത് രസമാണ് ഇത്. പക്ഷെ അത് മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കൊണ്ടുപോകും. എന്തായാലും ഞാൻ ഒരെണ്ണം മേടിക്കാനുള്ള പ്ലാനിലാണ്. ഇതാണ് നമ്മുടെ ഷവമിയുടെ Mi Mix 8 കേട്ടോ. ഇത് ഫോൺ നോക്കിയാൽ സ്ലിമ്മും സ്ലീക്കും അടിപൊളി. അത്യാവശ്യം നല്ല ഫോട്ടോയും എടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഫോൺ ഷവമി Mi Mix 8. എടാ ഇത്രയേ ഉള്ളൂ, കൈ ഫോൾഡബിൾ ഫോണാണ്. ഫോൺ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ലവ് ഇറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഷവമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സും അവരുടെ ഹോമിന്റെ എക്സ്പീരിയൻസ്, പിന്നെ കാറ് തുടങ്ങിയ സാധനങ്ങളൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഷവമി പാഡ് 7 അൾട്ര മേടിക്കണമെന്നുണ്ടടേ. പക്ഷേ എവിടെയോ ഒരു ഡബിൾ മൈൻഡ് നിൽക്കുക. എന്ത് ചെയ്യണം വേണ്ടല്ലേ, എന്തിനാണ് അത് വ്യൂസും കിട്ടൂല, അത് ഇട്ടിട്ട് വലിയ കാര്യമില്ല, അതുകൊണ്ട് വേണ്ട. അതുകൊണ്ട് ഞാൻ തൽക്കാലം പരിപാടിയുണ്ട്, അതിന്റെ വീഡിയോ സെപ്പറേറ്റ്. ഓക്കെ, ഇത് സെപ്പറേറ്റ്, അത് സെപ്പറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ടേക്ക് കെയർ, ലവ് യു ഓൾ.